ഇന്ന് നമ്മളൊരു ബീഫ് കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ഈസി ആയിട്ട് എങ്ങനെ ബീഫ് കൊണ്ടാട്ടം വീട്ടിലുണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഒരു 3/4 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. നല്ല നെയ്യോട് കൂടിയിട്ടുള്ള ബീഫാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, ഒരിത്തിരി വെള്ളവും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. വെള്ളം അധികമായി പോകണ്ട, ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങാനുണ്ട്. ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കർ മൂടി വെച്ച് വേവിച്ചെടുക്കാം. അതവിടെ വേകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു സ്പെഷ്യൽ മസാല ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം നമ്മൾ മിക്സീൻ്റെ ജാറിലെടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അരക്കൊന്നും വേണ്ട, ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് നമുക്കിതവിടെ മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ കുക്കർ വിസിലടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വിസിലൊക്കെ പോയതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുകയാണ്. അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി ഒരു ഇത്തിരി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വറ്റിച്ചെടുക്കൊന്നും വേണ്ട, അതടന്നോട്ടെ. അതവിടെ തണിയാൻ മാറ്റി വെച്ചിട്ടുണ്ട്. വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് മൈദ, അതുപോലെ കോൺഫ്ലവർ സമ എടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി, പിന്നെ ഒരു 2 ടീസ്പൂണോളം മല്ലിപ്പൊടി. പിന്നെ നമുക്ക് വേണ്ടതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് പെരുംജീരകം കൂടി ഇട്ടിട്ട് നമ്മൾ ആ ബീഫില്ലേ അത് ആ വെള്ളത്തോടു കൂടി തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ കോൺഫ്ലവറും മൈദയൊക്കെ ആക്കി വെച്ചില്ലേ അതിലങ്ങോട്ട് മിക്സാക്കി അങ്ങോട്ട് എടുക്കുക. നല്ലപോലെ മിക്സാക്കി എടുക്കുക. നല്ലൊരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നല്ല ടേസ്റ്റുള്ളൊരു ബീഫാട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ മിക്സാക്കി കഴിഞ്ഞാൽ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളത് അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ബീഫൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ. ബീഫ് നമ്മൾ അത്യാവശ്യം നല്ല പോലെ തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ വേവാനൊന്നും ഉണ്ടാവില്ല, നല്ലൊന്ന് ഫ്രൈ ആയി വന്നാൽ മതി. നല്ലപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. ആ ഒരു കോൺഫ്ലവറും മൈദയൊക്കെ എടുത്തുകൊണ്ട് തന്നെ നല്ലപോലെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ കട്ട കൂടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഏകദേശം കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൈ ആയെന്ന് നമുക്ക് തോന്നിയാൽ നമുക്കിതൊന്ന് കോരി മാറ്റാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതവിടെ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ വേറൊരു പണിക്കൊന്നും പോകരുത്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കരിയാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു എണ്ണയിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ളതും കൂടി റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് കുറച്ചും കൂട്ട് കോരി മാറ്റിയിട്ട് ബാക്കിയിൽ നമ്മൾ ഒരു 10-15 ചെറിയുള്ളിയും അതുപോലെ തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളകും കൂടി കീറിയിടാം. പിന്നെ നേരത്തെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ അല്ലേ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ മിക്സാക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിയാൻ ചാൻസ് ഉണ്ട്. ഈ സമയം മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക, അല്ലെങ്കിൽ വറ്റൽമുളകൊക്കെയാണ് പെട്ടെന്ന് തന്നെ കരിയാൻ ചാൻസ് ഉണ്ട്. നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് മൂത്ത് വന്നാൽ നമുക്കതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണോളം വെച്ച് കൊടുക്കണം. എന്നാലാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഒരു മധുരവും അതുപോലെ എരിവും പുളിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് കിട്ടും. എന്നിട്ട് നമ്മൾ ആ ബീഫും കൂടി ഇട്ട് കൊടുത്താൽ ഏകദേശം സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മളെ മിക്സിങ്ങിലാണ് കാര്യം. നല്ല പോലെ എല്ലാ ഭാഗത്തേക്കും ആ ഒരു മസാല എത്താൻ ശ്രദ്ധിക്കുക. എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് കൊടുക്കുക കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ തന്നെ ഒരു 2-3 മിനിറ്റ് ഇതേപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ലൊന്ന് മസാല എല്ലാം കൂടി ഒന്ന് ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്താൽ നമ്മളെ ബീഫ് കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഉണ്ടാക്കി നോക്കണം, എന്തായാലും മസ്റ്റായിട്ട് ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഇതൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.